തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉത്തരവിറക്കാതെ ചന്ദനമരം മുറിച്ചതിൽ ദുരൂഹത. ആസ്ഥാനത്തെ ക്യാന്റീന് സമീപമുള്ള ചന്ദനമാണ് രേഖകളില്ലാതെ മുറിച്ചത്. സംഭവം പുറത്തറിഞ്ഞതോടെ നടപടികൾ ആരംഭിച്ചു. അതേസമയം മുറിച്ചത് ചന്ദനമെന്നറിയില്ലെന്നും ദുരുദ്ദേശമില്ലെന്നും ക്യാന്റീൻ കരാറുകാരൻ വിശദീകരിച്ചു. ഇന്നലെ രാവിലെയാണ് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുള്ള ചന്ദനമരം മുറിച്ചത്. മരം മുറിച്ചു കടത്താനായിരുന്നു ശ്രമമെന്നാണ് ആക്ഷേപം. ആസ്ഥാനത്തെ ക്യാന്റീനിന് സമീപമുള്ള ചന്ദനമരമാണ് രേഖകളില്ലാതെ മുറിച്ചത്. ദേവസ്വം ഉള്ളൂർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അറിവോടെയാണ് മരം മുറിച്ചത്. ദേവസ്വം ഭൂമിയിലെ മരം മുറിക്കാൻ മുൻകൂട്ടി അനുവാദവും ഉത്തരവും തക്കതായ കാരണവും വേണമെന്നിരിക്കെയാണ് ചന്ദനമരം മുറിച്ച് മാറ്റിയത്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ അറിവില്ലാതെയാണ് ചന്ദനമരം മുറിച്ചു മാറ്റിയതെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ ദുരൂഹതയും വർദ്ധിക്കുകയാണ്. അതേസമയം ചന്ദനമാണെന്ന് അറിയാതെയാണ് തന്റെ ജീവനക്കാർ മരം മുറിച്ചതെന്ന് ക്യാന്റീനിന്റെ നവീകരണ കോൺട്രാക്ട് എടുത്ത കോമളന്റെ വിശദീകരണം. ഇത് ഒരു വർഷം കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പണി ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതിൻ്റെ ചുറ്റും കിടന്ന് വേസ്റ്റ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് മാറ്റിക്കൊണ്ടുവന്നപ്പോൾ ഈ ഒരു മരം ഇതിൻ്റെ പുറത്തുകൂടി കിടന്നു. അപ്പോൾ നമ്മളെ പണിക്ക് ഞാനപ്പോൾ എത്തിയില്ല, പണിക്കാർ അതിനെ വെട്ടി ആ മതിലിനകത്തിട്ട്. പിന്നീടാണ് അറിയുന്നത് ചന്ദന മരമാണെന്നും പിന്നെ ഇത് വിഷയമുള്ള കാര്യമാണെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. സംഭവം പുറത്തായതോടെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കി ചന്ദനത്തടികൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ചന്ദനം മുറിക്കാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം.